ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നമ്മളെ വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഇന്ന് പിന്നെ വല്യപ്പാൻ്റെ മരിച്ച ആണ്ട് ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര കൂടുതൽ ആൾക്കാരൊന്നുമില്ല. ഇപ്പാൻ്റെ ജ്യേഷ്ഠന്മാരും ഇപ്പാൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ട് മുത്താപ്പാരും ഒരമ്മായിയും പിന്നെ വലിയ അമ്മായി ഉണ്ട്. വലിയ അമ്മായിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മായി വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ജ്യേഷ്ഠന്മാരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ജ്യേഷ്ഠന്മാരാണുള്ളത്. അപ്പോൾ ഓലുണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചോറായിട്ടുണ്ട്, കറിയും പിന്നെ അതുപോലെ കൈപ്പക്കുപ്പേരി ആയിട്ടുണ്ട്, പയറുപ്പേരി ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. പിന്നെ അതാ ബീഫ് അടുപ്പത്തുണ്ട്, ചോറ് വെന്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ബീഫും അടുപ്പത്തുണ്ട്, വേവാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെയൊക്കെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് നേരാക്കി ഇതാ സെബീനൊക്കെ കൊടുന്ന് വെച്ച് മൗലൂദ് ഓതാനുള്ള പരിപാടിയിലാണ് കേട്ടോ. 11 മണിക്കാണ് ഉസ്താദ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മൗലൂദൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇവർ മൗലൂദ് ഓതണതും ഇങ്ങനെ കേൾക്കണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ മൗലൂദ് ഓതലൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പത്തിന് ഞങ്ങളിവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉസ്താദിന് പെട്ടെന്ന് തന്നെ പോകും വേണം. എന്താണെന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ടേ പെട്ടെന്ന് മൗലൂദ് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഫുഡും കഴിച്ചങ്ങാണ്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വിളമ്പി പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓല് മൗലൂദ് കഴിഞ്ഞപ്പോഴത്തേന് കേട്ടോ. അപ്പോൾ ദുആ ചെയ്യാണ്. ദുആ ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നേരെ ഓല് ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വല്യപ്പ മരിച്ചിട്ട് 35ാമത്തെ ആണ്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇനി വല്യമ്മ മരിച്ച ആണ്ട് ഇനി സഫർ മാസത്തിലാണ് കേട്ടോ ഉണ്ടാവുക. അത് ഞങ്ങൾ കഴിക്കലുണ്ട്. അത് 10 വർഷമായിട്ടുള്ളൂ. ഇത് 35ാമത്തെ വർഷമാണ്. അപ്പോൾ അത് എല്ലാ വർഷവും ഇതുപോലെ ഇങ്ങനെ എല്ലാവരും വിളിച്ച് മൗലൂദൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇപ്പാൻ്റെ 2 ജ്യേഷ്ഠന്മാരും അമ്മായി മാത്രമേ ഉള്ളത് കേട്ടോ. അതിൻ്റെ മുന്നേയൊക്കെ ഇപ്പാൻ്റെ മറ്റ് ജ്യേഷ്ഠന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ മക്കളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം ഇവർ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ മൂത്താപ്പാരും അമ്മായിയും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ മൂത്താപ്പ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. ഇപ്പാൻ്റെ ജ്യേഷ്ഠനാണ്. പിന്നെ അമ്മായിയാണ് കേട്ടോ. ഇപ്പാൻ്റെ ചെറിയ പെങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ മൗലൂദൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഞങ്ങൾ അപ്പത്തിന് ഇവിടെ വിളമ്പി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പിന്നെ അതുപോലെ കുമ്പളങ്ങക്കറി ഉണ്ട്, ബീഫുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ പയറുപ്പേരിയും കൈപ്പക്കുപ്പേരിയും കൊണ്ടാട്ടമുളക് പൊരിച്ചതുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർക്കൊന്നും നെയ്ച്ചോറും ബിരിയാണിയൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ മൗലൂദ് ഉണ്ടാകുമ്പോൾ എപ്പോഴും സാധാ ചോറ് തന്നെ ഉണ്ടാക്കൽ കേട്ടോ. ഇതുപോലെ കറികളും ഉണ്ടാക്കും. പിന്നെ പച്ചമാങ്ങ കിട്ടാനുണ്ടാകുമ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ ഇട്ടിട്ട് പച്ചമാങ്ങ കൊണ്ട് ചെമ്മീനിട്ടുള്ള കറിയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ കുമ്പളങ്ങക്കറി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഉസ്താദും ഇവരൊക്കെ കൂടെ ഇരുന്നിട്ട് വേഗം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഉസ്താദ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം കഴിക്കുകയാണ് ഇരുന്നിട്ട്. അത് കഴിച്ച് ഉസ്താദ് പോയതിൻ്റെ ശേഷം ഇപ്പയും ഓരോക്കെ പാടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളൊക്കെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് മൂത്തമ്മയാണ് കേട്ടോ. പിന്നെ അമ്മായിൻ്റെ മകളുമാണ്, പിന്നെ ഇമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓല കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉമ്മമാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ പോകാണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങളും ഓല കഴിക്കൽ കഴിഞ്ഞേക്ക് തന്നെ ഞങ്ങളും കഴിച്ച് പാത്രങ്ങളെടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് 2 മണിയാകുമ്പോഴത്തേന് ഡോക്ടർ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 1:30-1:45 ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുഴയിലൊക്കെ നല്ല വെള്ളം വരവാണ് കേട്ടോ. നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മഴയില്ല. പക്ഷെ എന്നാലും മഴ ഇങ്ങനെ തോരാതെ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തും ഇങ്ങനെ പാടത്തും പുഴയിലൊക്കെ ഇങ്ങനെ വെള്ളം നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ ഒരു 2:15-2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല.
രാവിലെയൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കേക്കാരം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതൊരു ആശ്വാസമായി. എന്തായാലും ഇന്ന് മൗലൂദും അല്ലേ, അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമുക്കിവിടെ പരിപാടി ഉള്ളതല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ മൗലൂദ് കഴിഞ്ഞ പാടന്നെ വേഗം പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത കാരണം കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എത്താൻ പറയും. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചെന്നപ്പോൾ തിരക്കും കുറേ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മമ്മ അവിടെ എത്തിയപ്പോൾ തന്നെ ആകെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മമ്മ അവിടെ വിളിക്കോളം അവിടെ കടന്നോളി പറഞ്ഞിട്ട് ആകെ ക്ഷീണം വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ കടന്നോളി പറഞ്ഞിട്ട് ഉമ്മമ്മ അവിടെ കിടക്കാൻ കേട്ടോ. അതാ കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ എല്ല് ഡോക്ടറെ അടുത്തൊക്കെ പോയാൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ ഉമ്മാക്ക് കൈപ്പല വേദനയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മമ്മ എക്സ്റേ എടുത്ത് വന്നപ്പോൾ ഫുള്ള് കസേര ഒഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഉമ്മമാനെ നോക്കിയിട്ടാണ് ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കൈയിൻ്റെയും കഴുത്തിൻ്റെയും എക്സ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുത്തിക്ക് വേദന ആയിട്ട് ഇങ്ങനെ ഇതാവുകയാണ് കേട്ടോ, വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ മരുന്നൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പത്തിന് ഉമ്മ വൈകുന്നേരം ആയപ്പത്തിന് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പരിപ്പുവടയും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോന്നിക്കണോ ചോദിച്ചേക്കിന് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മായിയൊക്കെ ഞങ്ങളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അമ്മായി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പണിയോളം തിരക്കൊക്കെ ആയ കാരണം ഒന്നും സംസാരിക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മമാർക്കും അമ്മായിക്കും ഒന്നും ഇരുന്ന് സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൗലൂദായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലും പോയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് 5:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. പിന്നെ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.